ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലെസൺ പ്ലാനുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ലെസൺ പ്ലാൻ അതായത് ലാംഗ്വേജ് അക്രോസ് ദി ലെസൺ പ്ലാനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലാംഗ്വേജ് അക്രോസ് ദി കരിക്കുലത്തിൻ്റെ ലെസൺ പ്ലാൻ നേരിയ വ്യത്യാസമാണ് നമ്മുടെ സാധാരണ ലെസൺ പ്ലാനുമായി ബന്ധപ്പെടുമ്പോൾ നേരിയ വ്യത്യാസങ്ങൾ മാത്രമേ കാണപ്പെടാറുള്ളൂ. അതെന്തൊക്കെയാണ്, എന്തെല്ലാം കാര്യങ്ങൾ വേണം, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എന്താണ്, അതിൻ്റെ അസസ്മെൻ്റ് എന്താണ്, ഇതാണ് ഇതിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതിലൂടെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഒരു ലെസൺ പ്ലാൻ്റെ മോഡലൊന്നും ഇതിനുള്ളിൽ കാണിക്കുന്നില്ല, പക്ഷേ ലെസൺ പ്ലാൻ എങ്ങനെ എഴുതാം, എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്നുള്ളത് മാത്രമാണ് മെയിൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് അതിലേക്ക് കിടക്കാം. അതിൽ ലാംഗ്വേജ് അക്രോസ് ദി കരിക്കുലത്തിൻ്റെ ലെസൺ പ്ലാനാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ലാംഗ്വേജിൻ്റെതായിട്ടുള്ള കുറേ ഒബ്ജക്റ്റീവ്സ്, കുറേ എയിംസ് എന്നിവയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമ്മുടെ എയിംസ് ഓഫ് ലാംഗ്വേജ് അക്രോസ് കരിക്കുലം, ഇതിൻ്റെ ലെസൺ പ്ലാനുമായി ബന്ധപ്പെട്ടുള്ള എയിംസ് ടു സപ്പോർട്ട് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഇൻ ഈച്ച് ലേണർ. അപ്പോൾ ഓരോ ലേണറിൻ്റെയും ലാംഗ്വേജ് ഡെവലപ്മെൻ്റ് ആണ് ഇതിൻ്റെ ഒന്നാമത്തെ കാര്യം. ഇൻ ഓൾ ഡൊമൈൻസ് ഓഫ് ലാംഗ്വേജ് യൂസ് ഇൻ ഈച്ച് ലേണിംഗ് ആക്ടിവിറ്റി ഇൻ സ്കൂളിലെ ഓരോ ആക്ടിവിറ്റിയിലും ഓരോ ടീച്ചേഴ്സും, ഓരോ സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സും ലാംഗ്വേജിന് ഒരുപാട് പ്രാധാന്യം കൊടുത്ത് വേണം മുന്നോട്ട് പോകാൻ. അപ്പം ലെസൺ പ്ലാനിനകത്തിൽ എന്ത് ചെയ്യണം, ഒരു ലാംഗ്വേജിന് പ്രാധാന്യം കൊടുക്കുന്ന കൂടി ലെസൺ പ്ലാൻ. എന്നാൽ ലാംഗ്വേജ് മാത്രമല്ല അതിനകത്തിലുള്ളത്, എന്തുകൂടിയുണ്ട്, ഒരു സബ്ജക്റ്റ് കൂടി പഠിപ്പിക്കണം. ടു എൻഹാൻസ് നോളജ് അക്വിസിഷൻ ത്രൂ അവയർനെസ് ഓഫ് ലാംഗ്വേജ് യൂസ്. ലാംഗ്വേജ് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു അവയർനെസ് മാത്രമാണ് ഇവിടെ പ്രധാനമായിട്ടും കൊടുക്കുന്നത്. അത് മാത്രമല്ല, ക്രിയേറ്റ് ലിങ്ക് ത്രൂ ദ ലേണിംഗ് പ്രോസസ്സ്. ലേണിംഗ് പ്രോസസ്സിന് ലാംഗ്വേജുമായിട്ടുള്ള ഒരു ലിങ്ക് നിങ്ങൾ വ്യക്തമാക്കി കൊടുക്കുകയാണ് കുട്ടികളിൽ. അപ്പം ലാംഗ്വേജ് പഠിച്ചാൽ മാത്രമേ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, സബ്ജക്റ്റുമായി ലിങ്ക് ചെയ്ത് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ടു എൻഹാൻസ് അവെയർനെസ് ഓഫ് ദി റിലേറ്റഡ്നെസ് ഓഫ് ആസ്പെക്റ്റ്. ഓരോ ആസ്പെക്റ്റിൻ്റെയും ലാംഗ്വേജുമായി ബന്ധപ്പെട്ടുള്ള അവെയർനെസ് കൊടുക്കുക എന്നുള്ളതും ഇതിൻ്റെ മറ്റൊരു ലക്ഷ്യമാണ്. ടു ഡെവലപ്പ് ക്രിട്ടിക്കൽ റീഡിങ്, റൈറ്റിംഗ് ആൻഡ് ലേണിംഗ്. അപ്പോൾ ക്രിട്ടിക്കലായിട്ട് റീഡ് ചെയ്യുക, എന്നാൽ മാത്രമേ കുട്ടികൾ കൂടുതൽ റീഡ് ചെയ്യത്തുള്ളൂ. ക്രിട്ടിക്കലായിട്ട് അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ മാത്രമാണ് റൈറ്റ് ചെയ്യുക, ലേൺ ചെയ്യുക. ഇതും ഇതിനകത്ത് ഉൾപ്പെടും. ക്രിട്ടിക്കൽ റീഡിങ്ങിനെ പറ്റി മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കണ്ടാൽ മനസ്സിലാവും. റൈറ്റിംഗ് ഏതൊക്കെ തരമാണ്, ഏതെങ്ങനെയൊക്കെ ചെയ്യാം, ഇതെല്ലാം പ്രത്യേകം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്തിൽ പ്രത്യേകം അതിൻ്റെ സ്ട്രാറ്റജീസ് ഒന്നും പറയുന്നില്ല. ടു ഗീവ് ലേണേഴ്സ് ഫീഡ്ബാക്ക് അബൌട്ട് ദെയർ പ്രോഗ്രസ്. അതിൻ്റെ പ്രോഗ്രസ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു നല്ല ഫീഡ്ബാക്ക് ലേണേഴ്സിന് കൊടുക്കുക എന്ന് വെച്ചാൽ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഫീഡ്ബാക്ക്. അതുവഴി എന്ത് ചെയ്യുന്നുണ്ട്, നോളജ് ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളത് അവർക്ക് അങ്ങനെ ഒരു അവയർനെസ്, പ്രോഗ്രസ് കാണിച്ചു കൊടുക്കണം. ദ മെയിൻ ഫോക്കസ് ഓഫ് ദ ലാംഗ്വേജ് അക്രോസ് ദി കരിക്കുലം. ഇതിൻ്റെ ഈ ലെസൺ പ്ലാനുമായി ബന്ധപ്പെട്ടുള്ള 4 എണ്ണമാണ് സ്വാഭാവികമായും സ്കിൽസ് ലാംഗ്വേജുമായി ബന്ധപ്പെട്ട. റീഡിങ്, റൈറ്റിങ്, ലിസണിങ്, സ്പീക്കിങ്. റീഡിങ്, റൈറ്റിങ്, ലിസണിങ്, സ്പീക്കിങ്. റീഡിങ്ങുമായി ബന്ധപ്പെട്ട നേരത്തെ പറഞ്ഞു സ്ട്രാറ്റജീസ്, റൈറ്റിങ്ങുമായി ബന്ധപ്പെട്ടുള്ള സ്ട്രാറ്റജീസ്, അതെങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യാം. ലിസണിങ്, സ്പീക്കിങ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം. ലിസണിങ് സ്കില്ലിനെ പറ്റി നിങ്ങൾ ഓൾറെഡി തന്നെ BEd പഠിക്കുന്നുണ്ട്, അപ്പോൾ അത് മതിയാവും ഇതിനകത്തിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ഫോക്കസ്. അതുപോലെ തന്നെ എന്തുകൂടിയുണ്ട്, ഓൾ നോൺ വെർബൽ മീൻസ് ഓഫ് റെപ്രസെൻറ്റേഷൻ ആൻഡ് എക്സ്പ്രഷൻസ്. നോൺ വെർബൽ മീൻസും എക്സ്പ്രഷൻസും കമ്മ്യൂണിക്കേഷനും വേണ്ടതെല്ലാം ഇതിനകത്തിൽ പ്രത്യേകം ഊന്നൽ കൊടുക്കണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയ ഞാൻ താഴെ ഒരു ബോക്സിൽ തന്നിട്ടുണ്ട്. നോളജ് അക്വസിഷൻ, അതായത് നോളജ് അക്വസിറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശമുണ്ട്. പിന്നെ ഇൻട്രോഗേഷൻ ഓഫ് നോളജിന് മറ്റ് ആസ്പെക്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടിയുണ്ട്. എക്സ്പ്രഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് നോളജ് ഇൻ റൈറ്റിംഗ് ഓർ സ്പോക്കൺ ഫോം. നിങ്ങൾ സ്പോക്കൺ ഫോമിലോ റൈറ്റിംഗ് ഫോമിലോ എക്സ്പ്രസ് ചെയ്യാനുള്ള കാര്യങ്ങൾ കൂടി കൊടുക്കണം. ക്രിട്ടിക്കൽ തിങ്കിങ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ് കൂടി ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. ഓക്കെ, അപ്പോൾ ലെസൺ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം മനസ്സിലോർത്ത് വേണം ചെയ്യാൻ. ലേണിംഗ് സ്കിൽസ് ഷെയർഡ് ബൈ ഓൾ സബ്ജക്ട്സ് ഇൻ ദ കരിക്കുലം. ഏതൊക്കെ ലേണിംഗ് സ്കിൽസ്? ലൊക്കേറ്റിംഗ് ഇൻഫർമേഷൻ. ചില ഇൻഫർമേഷൻസ് ഒക്കെ കൊടുക്കുകയല്ലേ ചെയ്യുന്ന പല സബ്ജക്റ്റുകൾ. അപ്പോൾ ഇൻഫർമേഷൻ ലൊക്കേറ്റ് ചെയ്യുന്നത്, ഗ്യാതറിങ് ഫാക്ട്സ്, വസ്തുതകൾ ശേഖരിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഓർഗനൈസിങ് ഇൻഫർമേഷൻ, എങ്ങനെ ഇത് അടുക്കും ചിട്ടയായിട്ട് അല്ലേ, പല സബ്ജക്റ്റിലും 1 by 1 ആയിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇത് ഇന്നത് അങ്ങനെ ഓർഗനൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്.
അതെങ്ങനെ പറയാം, എക്സ്പ്രസ് ചെയ്യുന്ന എങ്ങനെ ചെയ്യാം. അക്വയറിങ് ഇൻഫർമേഷൻ യൂസിങ് സ്ട്രാറ്റജീസ്, റീഡിങ് ആൻഡ് സെറ്റിംഗ് പർപ്പസ് ഫോർ ലിസണിങ്, ലിസൺ ചെയ്തും റീഡ് ചെയ്തും എങ്ങനെയാണ് ഇൻഫർമേഷനെ അക്വയർ ചെയ്യുന്നത് എന്നുകൂടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കമ്മ്യൂണിക്കേറ്റിംഗ് ഓറലി, ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സ്പീക്ക് ചെയ്യുക, എന്താ സ്പീക്കിംഗ് വിത്ത് ആക്യുറസി ആൻഡ് പോസ്, ആൻഡ് ഇൻ റൈറ്റിംഗ് വിത്ത് ക്ലാരിറ്റി, എക്സ്റ്റെൻസ്നെസ് യൂസിങ് ദ റൈറ്റിംഗ് പ്രോസസ്സ്. നിങ്ങൾ എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേഷൻ ഓറലി നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ, ആക്യുറസിയിലും പോസ് ചെയ്യലും ഓരോരുത്തർക്കും ഓരോന്നിനും പ്രാധാന്യം കൊടുത്തൊക്കെ എങ്ങനെ വായിക്കാം, എങ്ങനെ അതിനെ സ്പീക്ക് ചെയ്യാം, എങ്ങനെ അത് എഴുതാം എന്നൊക്കെ ഉള്ളതും ഇതിനകത്തിൽ ലാംഗ്വേജ് അക്രോസ് കരിക്കുലത്തിൽ നമ്മൾ പ്രധാനമായിട്ടും ഊന്നൽ കൊടുക്കുന്നുണ്ട്. ഇൻ്റർപ്രറ്റിംഗ് പിക്ചേഴ്സ്, കാർട്ടൂൺ അനാലിസിസ്, പിക്ചേഴ്സൊക്കെ അനലൈസ് ചെയ്യാനൊക്കെ നിങ്ങൾ പറയാറുണ്ട്. അതുപോലെ തന്നെ ഇവാലുവേറ്റിംഗ് ആൻഡ് അപ്ലൈയിങ് പ്രോബ്ലം സോൾവിങ് ആൻഡ് ഇൻഫർമേഷൻ ക്രിട്ടിക്കൽ തിങ്കിങ് എന്നിവയൊക്കെ നിങ്ങൾ ക്ലാസ്സിൽ നിങ്ങൾ സാധാരണ കൊടുക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതെല്ലാം. പക്ഷേ ഇതിനകത്ത് ലാംഗ്വേജിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കണം എന്ന് മാത്രം. റൈറ്റിംഗ് ഫോർ സ്പെസിഫിക് ഓഡിയൻസ് ആൻഡ് പർപ്പസ്നെസ്. അപ്പോൾ നമ്മൾ എഴുതുന്നതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്, മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. അപ്പോൾ അത് അതേപോലെ തന്നെ ചെയ്യണമെന്നൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ലെസൺ പ്ലാനിൻ്റെ സ്റ്റെപ്പ് മാത്രമേ ഇതിനകത്ത് പറയുന്നുള്ളൂ. പ്രധാനമായിട്ടും ലെസൺ പ്ലാനിൻ്റെ സ്റ്റെപ്പ് എന്തെന്ന് നോക്കാം. എസ്റ്റാബ്ലിഷ്ഡ് ലേണേഴ്സ് പ്രയർ നോളജ് ഓഫ് ന്യൂ കണ്ടന്റ്, തീംസ് ആൻഡ് ദർ ലാംഗ്വേജ് എബിലിറ്റി. കുട്ടികളുടെ ലാംഗ്വേജ് എബിലിറ്റിയെ ചെക്ക് ചെയ്യുന്ന, ലാംഗ്വേജ് എബിലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള പുതിയൊരു നോളജ് കൊടുക്കുമ്പം അവരുടെ ലാംഗ്വേജ് എബിലിറ്റിയും അവരുടെ പ്രയർ നോളജും, അതിനെപ്പറ്റിയുള്ള പുതിയൊരു കണ്ടൻറ്റിൻ്റെ പ്രയർ നോളജും, ഇത് രണ്ടും പ്രാധാന്യം കൊടുത്ത് വേണം ഇത് ചെയ്യാൻ. അടുത്തത് അതിനകത്തിലുള്ളത് ഐഡൻറ്റിഫൈ ന്യൂ ടെർമിനോളജി ആൻഡ് കൺസെപ്റ്റ്. അപ്പോൾ നിങ്ങൾ പുതിയ ടെർമിനോളജീസ്, കൺസെപ്റ്റുകൾ ഒക്കെ പറഞ്ഞു കൊടുക്കണം, അതിന് സ്ട്രെസ് ചെയ്ത് കൊടുക്കണം. ടെർമിനോളജീസ് എന്താണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സർട്ടൺ വേർഡ്സ് ആയിരിക്കും പ്രത്യേക തരത്തിലല്ലേ അവർ കേട്ടിട്ടില്ലാത്ത വേണം കേട്ടിട്ടുള്ളതായിരിക്കാം, എന്നാൽ ടെർമിനോളജീസിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നതായിരിക്കണം. സ്ട്രക്ചർ ആൻഡ് പ്ലാൻ മീനിങ് ഫുൾ ടാസ്ക് ആൻഡ് ക്രിയേറ്റ് എക്സ്പീരിയൻസ് വിത്തിൻ ദ ക്ലാസ് എൻവയോൺമെൻറ്റ് ഫോർ ലേണേഴ്സ് ടു അക്വയർ ഇഫക്റ്റീവ് ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ് സ്കിൽസ്. റീഡിങ് ആൻഡ് റൈറ്റിംഗ് എന്നിവയുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ അതിൻ്റെ സ്ട്രാറ്റജീസൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ മീനിങ് ഫുള്ളായിട്ട് ടാസ്കുകൾ ഓരോന്നും, അപ്പോൾ ഓരോ ഇത് കൊടുക്കുമല്ലോ, ഓരോ ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോൾ നിങ്ങൾ അതിനകത്ത് എന്താ ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് എന്നിവയ്ക്കൊക്കെ പ്രാധാന്യം കൊടുക്കണം. ക്രിയേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ ലേണേഴ്സ് ടു ലേൺ ഹൗ ടു തിങ്ക് ക്രിട്ടിക്കലി, എന്നിട്ട് ക്രിട്ടിക്കലി തിങ്ക് ചെയ്യാനും അബൌട്ട് വാട്ട് ദേ ഹിയർ ആൻഡ് യൂസ് ഓറൽ ലാംഗ്വേജ് ടു ഗ്യാദർ. അവരോട് ഓറൽ ലാംഗ്വേജ്, നിങ്ങളുടെ ഡിസ്കഷനൊക്കെ കൊടുക്കത്തില്ലേ, അതൊക്കെയാണ് ഓറൽ ലാംഗ്വേജിൽ അവരെന്ത് ചെയ്യണം, അത് ചെയ്യണം. പ്രോസസ് ആൻഡ് പ്രസൻറ്റ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ഇൻ വൈഡ് വെറൈറ്റീസ് ഓഫ് സോഷ്യൽ കോണ്ടാക്ട്സ്. സമൂഹത്തിൽ, അത് സോഷ്യൽ കോണ്ടാക്ട്സ്, ക്ലാസ് തന്നെ സോഷ്യൽ കോണ്ടാക്സ്റ്റ് ആണല്ലോ. ഇപ്പോൾ ക്ലാസ്സിനുള്ളിൽ ഇൻഫർമേഷൻസ് പ്രസൻറ്റ് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും വൈഡ് വെറൈറ്റീസ് ഓഫ് സോഷ്യൽ കോണ്ടാക്സ്റ്റിനെ കൂടി ഇൻക്ലൂഡ് ചെയ്ത് ചർച്ച ചെയ്യാനും ഒക്കെയുള്ള അവസരങ്ങൾ കൊടുക്കണം. അപ്പോൾ ലെസൺ പ്ലാനിനകത്ത് ഇതെല്ലാം വേണം. എസ്റ്റാബ്ലിഷ് സ്ട്രാറ്റജീസ് ടു മെയിൻറ്റെയിൻ ഓൾ ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ടു എൻഷുർ ഓൾ ലേണിംഗ് ആൻഡ് ഫെയർ ഇക്വിറ്റബിൾ ഓപ്പർച്യൂണിറ്റി ടു ഡെവലപ്പ് ദെയർ ഇൻ്റർപേഴ്സണൽ സ്കിൽ, സ്പീക്കിംഗ് ആൻഡ് ലിസണിങ് സ്കിൽ. അപ്പോൾ അവരുടെ സ്പീക്കിംഗ്, ലിസണിങ് സ്കില്ലുകളും ഇൻ്റർപേഴ്സണൽ പരസ്പരമുള്ള സംസാര രീതികളും പരസ്പരം ഡിസ്കസ് ചെയ്യാനും സ്മോൾ ഗ്രൂപ്പുകളോ ലാർജ് ഗ്രൂപ്പുകളൊക്കെ ഫോം ചെയ്തൊക്കെ നിങ്ങൾ ക്ലാസ്സുകൾ എടുക്കണം. മോഡൽ അപ്രോച്ചുകൾ കൊടുക്കാൻ, സമീപനമൊക്കെ ഒരേ രീതിയിൽ തന്നെ ആയിരിക്കണം. പ്രോസസ്, സ്ട്രാറ്റജീസ്, ആക്ടിവിറ്റീസ്, ഡിഫറെൻറ്റ് ഫോം ലാംഗ്വേജ് സ്കിൽസ് ടു എനേബിൾ ലേണേഴ്സ് ടു ലേണേഴ്സിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ്, ആക്ടിവിറ്റീസ് എന്നിവയൊക്കെ ഇതൊക്കെ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതൊക്കെ സ്ട്രാറ്റജീസാണ്, ഇതൊക്കെ ആക്ടിവിറ്റീസ് കൊടുക്കാം, ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഏതാണോ ഡെവലപ്പ് ചെയ്യുന്നത് അത് ഡെവലപ്പ് ചെയ്യുന്ന ഓരോന്നിലും നിങ്ങൾക്ക് പ്രധാനമായിട്ട് ആ 4 ഉള്ളൂ ഡെവലപ്പ് ചെയ്യാൻ, റീഡിങ്, റൈറ്റിംഗ് ഒക്കെയാണ്. എസ്റ്റാബ്ലിഷ് ഇഫക്റ്റീവ് റിസോഴ്സ് നീഡ്സ്, നല്ല റിസോഴ്സസിനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊടുക്കണം. എസ്റ്റാബ്ലിഷ് ഡിഫറെൻറ്റ് അസസ്മെൻറ്റ് സ്ട്രാറ്റജീസ്, മെത്തേഡ്സ് ആൻഡ് ടൂൾസ് അക്വയർ ദ ലാംഗ്വേജ് നീഡ്സ് ഓഫ് ലേണേഴ്സ്. ലാംഗ്വേജ് നീഡിന് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലുള്ളതും കണ്ടൻറ്റ് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഇവാലുവേഷൻ അസസ്മെൻറ്റ് സ്ട്രാറ്റജീസേ കൊടുക്കാവൂ, അല്ലാതെ സാധാരണഗതിയിലുള്ള അസസ്മെൻറ്റ് പ്രാക്ടീസ് കൊടുക്കരുത്. അപ്പോൾ എല്ലായിടത്തും ലാംഗ്വേജിന് പ്രാധാന്യം കൊടുക്കണം. എസ്റ്റാബ്ലിഷ് റുട്ടീൻസ് ഫോർ
ഒബ്സർവിങ് ആൻഡ് റെക്കോർഡിങ് ദ പ്രോഗ്രസ് ഓഫ് ഇൻഡിവിജ്വൽ ലേണേഴ്സ്. ഓരോ ലേണേഴ്സിൻ്റെയും എന്തോ ഇമ്പ്രൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് ഒബ്സർവ് ചെയ്ത് കൃത്യമായ രീതിയിൽ അടുത്ത എന്ത് വേണമെന്ന് നോക്കുകയും വേണം. ഇനി നിങ്ങളുടെ മുമ്പിൽ ലാംഗ്വേജ് അക്രോസ് കരിക്കുലത്തിൻ്റെ അപ്രോച്ച് എങ്ങനെ സമീപിക്കാം. 2 തരത്തിലാണ് 2-fold അപ്രോച്ച് ഈസ് സജസ്റ്റഡ് ഫോർ ദി സക്സസ്ഫുൾ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ലാംഗ്വേജ്. പ്രധാനമായിട്ട് 2 രീതിയിലാണ്. കോംപ്രിഹെൻസീവ് ലിംഗ്വിസ്റ്റിക് ഇൻപുട്ട്, ഒരു ലിംഗ്വിസ്റ്റിക് ഇൻപുട്ട് കൊടുത്തുകൊണ്ട് ഔട്ട്പുട്ട് എടുക്കുക. അപ്പോൾ കോംപ്രിഹെൻസീവായിട്ട് തുടർച്ചയായ രീതിയിൽ ലിംഗ്വിസ്റ്റിക് ഇൻപുട്ട് കൊടുക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തത് പോസിബിലിറ്റി ടു ഇംപ്ലിമെൻറ്റ് ദർ ലിംഗ്വിസ്റ്റിക് ഇൻപുട്ട് ഇൻ ടു അവർ അതർ ഫീൽഡ്സ് ഇൻ ദ കരിക്കുലം. കരിക്കുലത്തിന് മറ്റു ഫീൽഡുകളിൽ ഇതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം, എങ്ങനെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് റീഡ് ചെയ്തും നോളജ് എടുക്കാം എന്നതിനെക്കുറിച്ചാണ് വേണ്ടത്. അപ്പോൾ 2 കാര്യങ്ങളാണ്. തുടർച്ചയായിട്ടുള്ള ലിംഗ്വിസ്റ്റിക് ഇൻപുട്ട് കൊടുക്കുകയും വേണം, എന്ത് ചെയ്യുക, ആ ഫീൽഡിൽ കരിക്കുലം ഫീൽഡിലെ ഇൻപുട്ട് ഉപയോഗിച്ചുകൊണ്ട് എന്തെല്ലാം പോസിബിലിറ്റീസ് ഉണ്ട് അതിലേക്ക് പോവുകയും വേണം. ഇനി ഇതിൽ ലാസ്റ്റ് വണ്ണാണ് അസസ്സിങ് ലേണിംഗ് ത്രൂ ലാംഗ്വേജ് സ്കിൽസ്. എങ്ങനെയൊക്കെ അസസ് ചെയ്യാം. The focus of assessment will be on a learner progress in understanding skill, concept, terminology in and areas of study. എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ട് അസസ്മെൻറ്റ് എങ്ങനെയാണ്. അസസ്മെൻറ്റ് എന്താ, സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലുള്ള സ്കില്ലുമായി ബന്ധപ്പെട്ടായിരിക്കണം. കൺസെപ്റ്റ് ടെർമിനോളജിയെ ചെക്ക് ചെയ്യുന്നതായിരിക്കും, കൺസെപ്റ്റിനെ ചെക്ക് ചെയ്യുന്നതായിരിക്കണം. പ്രോഗ്രസ് എത്രത്തോളം ഉണ്ട്, റീഡിങ് റൈറ്റിങ് അതൊക്കെ ആയിരിക്കണം. അതുപോലെ യൂസ് ഡിഫറെൻറ്റ് അസസ്മെൻറ്റ് സ്ട്രാറ്റജീസ്, പല അസസ്മെൻറ്റ് സ്ട്രാറ്റജീസിൻ്റെ ഉപയോഗിക്കണം. എന്തിനു വേണ്ടിയിട്ട്, ഇത് അസസ് ചെയ്യാൻ വേണ്ടി. മെത്തേഡ്സ്, ടൂളുകൾ ഇതൊക്കെ ഉപയോഗിച്ച് ലാംഗ്വേജിൻ്റെ ആവശ്യകത, ലാംഗ്വേജ് നീഡ്സ് ഓഫ് ലേണേഴ്സിനെ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലുള്ള വേണം ഉപയോഗിക്കാൻ. അല്ലാതെ എന്തുപയോഗിക്കുക, സാധാരണ രീതിയിലുള്ളത് കയറി ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അതുപോലെ തന്നെ അസസ് ലേണേഴ്സ് ഡിഗ്രി ഓഫ് നോളജ് അണ്ടർസ്റ്റാൻഡിങ് ബൈ വാട്ട് ദേ സേ, റീഡ് റൈറ്റ് എന്നിവയൊക്കെ അവരുടെ ഡെവലപ്പ് ചെയ്ത് വരുന്നതിന് എത്ര ഡിഗ്രി ഉണ്ട് എന്നൊക്കെ നമുക്ക് അളന്നെടുക്കാൻ സാധിക്കണം. എസ്റ്റാബ്ലിഷ് റൂട്ടീൻസ് ഫോർ ഒബ്സർവിങ് ആൻഡ് റെക്കോർഡിങ് ദ പ്രോഗ്രസ്. അപ്പോൾ റുട്ടീനായിട്ട് തന്നെ ഇത് ചെയ്യണം. മറ്റേൻ്റെ കൂട്ടല്ല നമ്മൾ സാധാരണ സബ്ജക്റ്റ് പഠിപ്പിക്കുന്നത്, ഇത് തുടർച്ചയായി തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം. കാരണം റീഡിങ് റൈറ്റിംഗ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ തുടർച്ചയായി തന്നെ അവരെ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അത്രയാണ് അസസ്മെൻറ്റ്. ദാറ്റ്സ് ഓൾ അബൌട്ട് ദി ലെസൺ പ്ലാൻ. ലെസൺ പ്ലാൻ എഴുതിയതിന് ശേഷം നോക്കുക എങ്ങനെയാണ് ഇത് ഇത്രയും കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പം സാധാരണ ലെസൺ പ്ലാൻ പോലെ തന്നെയാണ് എഴുതുന്നത്, പക്ഷേ വ്യത്യസ്തത ഇതാണ്. ലാംഗ്വേജിന് പ്രാധാന്യം കൊടുക്കുന്ന രീതി, പറഞ്ഞ പോലെ സ്കില്ലുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലായിരിക്കണം എന്തെല്ലാം പോകേണ്ടത്, പ്ലാനിങ് പോകേണ്ടത്, ക്ലാസ്സിൽ ഇംപ്ലിമെൻറ്റേഷൻ പോകേണ്ടത്, അസസ്മെൻറ്റ് ഫേസ് പോകേണ്ടത് എല്ലാം. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള അസസ്മെൻറ്റുകൾ പോലും ചെയ്യണമെന്നുള്ളത് നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ചുമ്മാ കയറി എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അസസ്മെൻ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അസസ്മെൻറ്റ് എങ്ങനത്തെ ചെയ്യണമെന്നാൽ റീഡിങ് റൈറ്റിങ്, അതുപോലുള്ള സ്കില്ലുകൾ, പിന്നെ ടെർമിനോളജീസ്, കൺസെപ്റ്റുകൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ ചെക്ക് ചെയ്യുന്ന രീതിയിലുള്ള അസസ്മെൻറ്റ് ടൂളുകൾ, കുട്ടികൾക്ക് കിട്ടിയെന്ന് നോക്കുന്ന അസസ്മെൻറ്റ് ടൂളുകളായിരിക്കണം ഉപയോഗിക്കേണ്ടത്. എന്നാൽ മാത്രമേ അത് ക്ലിയർ. അപ്പം ഇംഗ്ലീഷ് അല്ലെങ്കിൽ ലാംഗ്വേജുകാരൊക്കെ ചെയ്യുന്നത് പോലെ, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി ലാംഗ്വേജുകാരൊക്കെ ചെയ്യുന്ന പോലെ പൂരിപ്പിക്കാനും ഏതെങ്കിലും ടെർമിനോളജീസ് യൂസ് ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അസസ്മെൻറ്റിൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അപ്പം ലെസൺ പ്ലാൻ ചെയ്ത് നോക്കുക, എഴുതി നോക്കുക. ലെസൺ പ്ലാൻ അതാത് ഓപ്ഷനുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഒരു ഓപ്ഷനെ വെച്ചിട്ട് എനിക്ക് പറയാൻ കഴിയില്ല. അപ്പം അതൊരു ഓപ്ഷനിൽ മാത്രം പ്രാധാന്യം കൽപ്പിക്കുന്ന പോലെ ആയിപ്പോവും. അപ്പം അതുകൊണ്ട് തന്നെ ജനറലായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞത്. അപ്പം ഇത് എഴുതി നോക്കുക. ലെസൺ പ്ലാൻ ഇത്തരം ബേസിസ് വെച്ചിട്ട് എഴുതാൻ പറ്റുമോ എന്ന് നോക്കുക, അവരവരുടെ സബ്ജക്റ്റ് ലിങ്ക് ചെയ്ത്. ഓക്കെ, അപ്പം ലാസ്റ്റ് പാർട്ടായിരുന്നു ലാംഗ്വേജ് അക്രോസ് കരിക്കുലത്തിൻ്റെ. അപ്പം താങ്ക് യു വെരി മച്ച് ഫോർ ലിസണിങ് മീ. ലിസൺ ചെയ്തതിന് താങ്ക് യു. അപ്പം ഗുഡ് ബൈ.